ലാലേട്ടൻ വന്നു എന്ന് വിചാരിച്ചു, ലാലേട്ടൻ പടത്തിലുണ്ട്, പക്ഷെ നമുക്ക് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലാലേട്ടൻ അത് നമുക്ക് ആ ഒരു പ്രോസസ്സിൽ സ്ക്രീനിൽ വന്നില്ല എങ്കിൽ ചിലപ്പോൾ ആളുകൾ കണക്ട് ചെയ്യണമെന്ന് അതിന് വലിയൊരു സംവിധാനം ഉണ്ടോ? അതെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലാലേട്ടനിലേക്കല്ല ചെന്നത്. ലാലേട്ടൻ ഇവിടെ അങ്ങനെ ഒരു പ്രോസസ്സാണ്. ലാലേട്ടൻ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ എല്ലാവരും ലാലേട്ടനിലേക്ക് ചെല്ലുകയാണ്. ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ലാലേട്ടൻ കഥ കേട്ടപ്പോൾ തൊട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സീനുകളിലിട്ട് അദ്ദേഹം നമ്മളിലേക്കാണ് വന്നത്, ഈ സംവിധായകനിലേക്കാണ് വന്നത്. അത് പുള്ളിയുടെ ബുദ്ധി ആണത്. പുള്ളി ആ ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെ ആകണം പുള്ളിക്ക് ഈ ക്യാരക്ടർ. ഒരു പക്ഷേ ലാലേട്ടൻ നേരത്തെ തന്നെ ഇതിങ്ങനെ ഒരു ഹിറ്റാകും എന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പാക്കപ്പിനുള്ള സംഭാഷണം ഇല്ലേ. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ പല സിനിമകളുടെ ക്യാമ്പുകളും വിട്ടുപിരിയുമ്പോൾ ഫീൽ ചെയ്യാറില്ല, പക്ഷെ എനിക്ക് ഇവിടെ വിട്ടു പോകുമ്പോൾ വല്ലാത്ത അതായത് പോകാൻ തോന്നുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. അത് ആ വാക്കുകളിലൊക്കെ അതിനകത്തൊരു ആത്മാ കള്ളത്തരമൊന്നും പറയുന്നില്ല, പോകാൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ പുള്ളിക്ക് അത് അത്രയ്ക്ക് ഉള്ളില്ല. നമ്മളൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് അല്ല. അപ്പോൾ അത് അത്രയാകുമ്പോൾ ഈ സിനിമ ഇങ്ങനെ ആകുമെന്ന് 100% വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പിന്നെ പുള്ളി മാത്രമൊന്നുമല്ല, മേഖലയിലുള്ള പലരും, ഞാൻ യാദൃശ്യമായിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഫഹദ് അവരുടെ കുടുംബം ഗൾഫിൽ പോയിട്ട് വരുന്നത്, ഞങ്ങൾ ഗൾഫിൽ പോകുന്ന ഒരേ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയപ്പോൾ ഫർദാനും ഞാൻ തമ്മിൽ സീനുള്ളവൻ പെട്ടെന്ന് അവൻ അച്ഛന്ന് വിളിച്ച് അങ്ങനെ ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ ഈ ഫഹദ് എനിക്കറിയില്ല, നടനല്ല, എനിക്കൊരു മടിയൊക്കെ ഉണ്ട്, പക്ഷെ ആ മനുഷ്യൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വളരെ 100 കോടിയാ 100 ഞാൻ ശ്രദ്ധിച്ചു 100 കോടി അടിക്കും ഉറപ്പ്. ഞാൻ ഉടനെ ഇങ്ങനെ നാക്കെന്ന് കാണിച്ചു. അപ്പോൾ എന്നായിരുന്നു അപ്പം നസുഹ ചിരിച്ചപ്പോൾ ഫർദാൻ വന്നിട്ട് ചോദിച്ചു, അച്ഛൻ്റെ ഡബ്ബി. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടുന്ന് ചെന്നിട്ട് ഉടനെ അങ്ങോട്ട് പോകും. അപ്പോൾ നസുഹ ഡബ്ബൊക്കെ ചെയ്യുമോ? പിന്നെ എൻ്റെ അച്ഛനായിട്ട്, അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അറിയില്ല ഞാൻ. അപ്പോൾ ഫർദാൻ പറഞ്ഞു എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് തച്ചേട്ടൻ്റെ അച്ഛനാണെന്ന്. എന്നിട്ട് പിന്നെ കൊണ്ടുപോയി ഫാസിൽ സാറും വൈഫും അപ്പോൾ വേറെ വീൽ ചെയറിലായിരുന്നുകൊണ്ട് വേറെ അവിടെ കൊണ്ടുപോയി പുള്ളിയൊക്കെ പരിചയം. അപ്പം അത് ലാൽ സാറിന് മാത്രമല്ല, സിനിമാ മേഖലയിൽ പലർക്കും ഇതിൻ്റെ കഥയും ഇതിൻ്റെ സീൻസും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഹിറ്റാകുമെന്ന് അവരുടെയൊക്കെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഫഹദ് അങ്ങനെ പറയാൻ കാര്യം. അത് ഒരു സീൻ ഫ്ലാഷ് ബാക്കില്ല, സീൻ 2 വേണം പറയാം. അതായത് ഇവിടെ നിന്ന് നേരെ കഴിഞ്ഞിട്ട് ഫഹദ് എൻ്റെ അടുക്കലൂടെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അച്ഛനെ കണ്ടിരുന്നു, ഞാൻ അച്ഛൻ്റെ കയ്യെ പിടിച്ച് പറഞ്ഞു 100 കോടി പടത്തിൽ അച്ഛനാന്ന് പറഞ്ഞു. 100 കോടി പടത്തിൽ അച്ഛനാന്ന്. അപ്പം അത് ഗീവ് ആൻഡ് ടേക്ക് ആണ്. അത് ഓടണം, അതങ്ങനെ ആകണം. പിന്നെ ലാലേട്ടൻ ഫഹദിനുമായിട്ടുള്ള മീറ്റിങ്ങൾ പടം നന്നായിട്ടുണ്ട്, അവർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ റിലീസ് ഡേറ്റ് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സിനിമയ്ക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പം നമ്മൾ മെന്റലി കുറച്ച് അപ്സെറ്റായി. കാരണം ഒരു എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒരു ചെറിയൊരു പിന്നോട്ട് വലിഞ്ഞു നിന്നപ്പോഴത്തേക്ക് ആ ഫയർ പെട്ടെന്ന് അങ്ങോട്ട് തണുക്കുമല്ലോ. ആ സമയത്ത് ഈ പറയുന്ന കുറച്ച് ഓൺലൈൻകാരൊക്കെ എല്ലാ ഫാൻസ് ഒക്കെ വന്ന് കുറച്ച് ചീത്തവിളിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടുകാരും അപ്സെറ്റായി, ഫാമിലി അപ്സെറ്റായി. കാരണം അവർ കാണുന്നുണ്ട് നമ്മുടെ ആ ഫയർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണത്. അങ്ങനെ ഒരു ദിവസം നിൽക്കുന്ന സമയത്ത് സിബി സാർ, ഞാനിവിടെ ഗോകുലം കൂട്ടുവരെന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ സിബി സാറും വൈഫും കൂടി നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ സിബി സാറിൻ്റെ ആയിട്ടൊരു പ്രോഗ്രാമാണ് സിബി സാറിന് പറഞ്ഞത്. സാർ പിന്നെ ഉണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ തട്ടിയിട്ടുണ്ടോ? ഞാൻ സിനിമയെ പറ്റി കേട്ടോ കേട്ടോ, ലാല് ഭയങ്കര അഭിപ്രായം എന്നോട് തന്നെ പറ്റി പറയണേ, നല്ല സിനിമയായിരിക്കും എന്ന് പറയണേ. ലാൽ അങ്ങനെ എല്ലാ സിനിമയൊന്നും പറയാറില്ല. അപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി. ലാൽ അങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞു. ഒരു സിനിമയെ പറ്റി വളരെ വിരളമായിട്ടുള്ള സിനിമകളാണ് വീണ്ടും വീണ്ടും പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു തന്നെ പറ്റിയും തൻ്റെ ടീമിനെ പറ്റിയും ആ സിനിമയെ പറ്റിയും താൻ എടുക്കുന്ന പ്രോസസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ അതുവരെയുള്ളൊരു സങ്കടം പെട്ടെന്ന് പിന്നെ ഒരു പ്രതീക്ഷ, കാത്തിരിക്കാൻ ഒരു 2-3 മാസങ്ങളും കാത്തിരിക്കാനായിട്ടൊരു ഭയങ്കര സാധ്യത തോന്നി. അതുപോലെ തന്നെയാണ് ഞാൻ നാഷണൽ അവാർഡ് വാങ്ങിയിട്ട് ഞാനും വൈഫും കൂടി ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് മണ്ഡക്നാഥ് സാറും സുഹാസിനി മാമും ഉണ്ടായിരുന്നു. നാഷണൽ അവാർഡ് മണ്ഡക്നാഥ് സാർ ബെസ്റ്റ് തമിഴ് ഫിലിമിനുണ്ട്. അപ്പം സുഹാസിനി മാമും ഞാനും ഒരേ ഫ്ലൈറ്റിലാണ് തിരിച്ചു വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മാം ഞാനാണ് തരുൺ മൂർത്തി, ഇങ്ങനെ തുടരും, എനിക്ക് അറിയില്ല, ഞാൻ പരിചയപ്പെടാൻ പോയത് തുടരുമിൻ്റെ ഡയറക്ടറാണെന്ന് പറഞ്ഞു. ഐ ഹേർഡ് അബൌട്ട് യു. ശോഭന എനിക്ക് ഡെയിലി മെസ്സേജ് ചെയ്യും, നിങ്ങൾ എന്തോ ഒരു പുതിയ രീതിയിലാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്യുന്നത്, ഭയങ്കര രസമാണ് ഇവരുടെ പ്രോസസ്സ്, പുതിയ പിള്ളേരുടെ പ്രോസസ്. അപ്പം ഇവർക്ക് ഭയങ്കര ഇൻഫ്യൂരിറ്റീസ് ഉണ്ടാവും, ഞങ്ങൾ പഴയതാണ് ഇവർ പുതിയതാണ്. അങ്ങനെയല്ല, അയാൾ മ്യൂസിക്കൊക്കെ ഇട്ടാണ് സെറ്റിൽ വർക്ക് ചെയ്യുന്നത്, നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കുന്നുണ്ട്, സീനുകളൊക്കെ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യുന്നു സുഹാസിനി, അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞപ്പം അത് എന്നോട് പറഞ്ഞു. അപ്പം നമുക്കൊരു ഓക്കെ, നമ്മളുടെ ചിന്തയും നമ്മുടെ പ്രോസസ്സുകളൊക്കെ ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പം പിന്നീട് അവിടെ നിന്ന് ഞാൻ നാഷണൽ അവാർഡ് വാങ്ങിയിട്ട് നേരെ പോകുന്നത് ചെന്നൈയിൽ ഭാരതിരാജ സാറും ലാൽ സാറും നമ്മൾ സംഭവം ഷൂട്ട് ചെയ്യാനാണ്. അതെന്നെ ഒരുപാട് എന്താ പറയുക,
സുഹാസിനി മാം, മണ്ടക്തം, അവര് നമ്മുടെ പ്രോസസ്സ് അടിപൊളി എന്ന് പറഞ്ഞു. അപ്പം ദെൻ അത് എന്റെ പ്രോസസ്സിലും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് അതിന്റെ ഇടയിൽ. ഒരു കഥകളെ നമ്മള് സിനിമ കാരണം ഇപ്പൊ ഒരു സിനിമ കാരണം ഉണ്ടാവുന്ന വഴി എന്ന് പറയുന്നത് രണ്ട് ചോദ്യം കൂടെ ഞാൻ അതിൽ ചോദിച്ചിരിക്കാം. ഒന്ന്, ലോകേഷുമായിട്ടുള്ളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കമന്റ്സ് കണ്ടു കാണുമോ? കുറെ കമന്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഫോട്ടോ ജനിച്ചത്? ലോകേഷ് പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോകേഷിന്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സൊക്കെ. ഞാൻ ഒരുപാട് കൈദിയുടെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ലോകേഷിന്റെ സിനിമകളിൽ ഈ അച്ഛനിപ്പ സൗദികളൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനാന്ന് പറഞ്ഞാൽ എനിക്ക് ലോകേഷിന്റെ കൈദിയും മാനഗരവും ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ളതൊക്കെ ഇൻഡസ്ട്രി സക്സസുകളാണ് എങ്കിൽ പോലും അയാൾ അതിന്റെ ഒരു ആ പെയിൻ നമുക്ക് ഫിലിം മേക്കറിന്റെ പെയിൻ നമുക്ക് വേണ്ടത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു. ഇപ്പം മാനഗരം പോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ആണ് ഓപ്പറേഷൻ ജാവ. അപ്പൊ അതുകൊണ്ട് പുതിയ ആളുകളേക്ക് വെച്ചിട്ടൊരു വരവറിയിച്ച സിനിമയാണ്. അതുപോലെ തന്നെ ജാവ വരവറിയിച്ച സിനിമയാണ്. ദെൻ ഞാൻ സൗദി വിളക്ക് ചെയ്തപ്പോൾ അയാളവിടെ കൈത് ചെയ്തു. അപ്പം ഒരേ സമയത്ത് സിനിമയിൽ വന്ന ആളുകളാണ്. അയാളുടെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അയാളെ പ്ലേസ് ചെയ്ത് കൃത്യമായിട്ട് ഇപ്പൊ ഏറ്റവും താരമൂല്യമുള്ള ഒരു സംവിധാനമായിട്ട് മാറി. അപ്പം എനിക്ക് കുറെ ചെന്നൈ സുഹൃത്തുക്കളും, അപ്പം അരുൺ എന്ന് പറഞ്ഞൊരു 3BHK അരുൺ വെങ്കടേഷ് എന്ന് പറഞ്ഞ 2 പ്രൊഡ്യൂസറുണ്ട്. അപ്പം അരുണും ഈ ആഫ്റ്റർ തുടരും ഞങ്ങൾ തമ്മിൽ ടോക്കുകളുണ്ട്, സിനിമകൾ ചെയ്യാനുള്ള സംസാരങ്ങളുണ്ട്. അപ്പം തമിഴ് ചെയ്യാൻ. അപ്പം അതിന്റെ ടോക്കുകൾ നടക്കുന്ന സമയത്ത് ഒരു ദിവസം അരുൺ പറഞ്ഞു, ഇങ്ങനെ ലോകേഷ് നിങ്ങളെപ്പറ്റി അന്വേഷിച്ചായിരുന്നു. അപ്പം ഞാൻ അയ്യോ എന്നെ പറ്റിയോ ലോകേഷ്. അപ്പം ഇങ്ങനെ തുടരും കണ്ടു. അപ്പം തുടരുമിന്റെ ഡയറക്ടറിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം പറ്റിയാൽ എന്നെ ഒന്ന് കണക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പം ലോകേഷ് ഫോൺ ചെയ്തു. ലോകേഷോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ തുടരും കണ്ട കാര്യങ്ങളും തുടരുമിന്റെ സീനുകളെ പറ്റിയും ഒക്കെ ഇങ്ങനെ. അപ്പം എനിക്ക് ഭയങ്കര രസം. വേറെ ഇൻഡസ്ട്രിയിലുള്ള ഒരു സംവിധായകൻ, അതും ഒട്ടും സമയമില്ലാത്തൊരു സംവിധായകൻ. നമ്മുടെ ഒരു സിനിമ OTT-ലാണ് കണ്ടത്, മറ്റേ സമയത്ത് ഷൂട്ടായിരുന്നു. പക്ഷെ ഞാനത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ഞാൻ രജനി സാറിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തരാം. അപ്പൊ ഞാൻ അയ്യോ രജനി സാറിനെ കാണാൻ പോയിട്ട് പോകുമ്പോൾ എന്നെ കാണാൻ വരാം, ഇതാണ് എന്റെ ചിന്ത. അങ്ങനെ രജനി സാറിനെ പോയി കണ്ടിട്ട് അപ്പം ഈ കൂലിയുടെ ഒരു പ്രിവ്യൂ കഴിഞ്ഞിട്ടാണ് തന്നെ. അപ്പൊ കഴിഞ്ഞിട്ട് നേരെ വന്ന് ഇരുന്ന് ഒരു 2 hours കരിയറിനെ പറ്റി സംസാരിച്ചു. ജാവ് കണ്ടിട്ടുണ്ട്, സൗദി വിളക്ക് കണ്ടിട്ടില്ല, പക്ഷെ ജാവ് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. അങ്ങനെ ഞാൻ കണ്ട സിനിമകൾ, രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡുകൾ, സീനുകൾ. അപ്പം കൂലിയിൽ ആ സമയത്ത് കൂലിയിലെ പല സീനുകളുടെയും വിവരണങ്ങൾ, അതിങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്നതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതൊരു എന്താ പറയുക, പ്രൊഫഷണൽ ടോക്കിനപ്പുറത്തേക്ക്. അപ്പം പോകാൻ നേരത്ത് നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. അതിനപ്പുറത്തേക്ക് ടൊർപ്പഡോയിലേക്കൊന്നുള്ള ഇൻവിറ്റേഷനോ അല്ലെ അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള എന്റെ ഇൻവിറ്റേഷനോ LCO ഒന്നും അല്ല ഇത്. പക്ഷെ അതൊരു 2 ഇൻഡസ്ട്രിയിലുള്ള എന്താ പറയാ ഒരേ വേവ് ലെന്തുള്ള ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായി പോകും. എന്നാൽ പോലും ഒരേ പേഴ്സ്പെക്റ്റീവ്സ് ഉള്ള സിനിമേനെ ഒരേ പേഴ്സ്പെക്റ്റീവിലുള്ള സോള് വേണമെന്ന് ആഗ്രഹിക്കുന്ന, അദ്ദേഹം കുറച്ചും കൂടി അതിന് ബിസിനസ് വലിപ്പങ്ങൾ കണ്ടെത്തുന്ന, നമ്മൾ കുറച്ചും കൂടി ആത്മാവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, എന്നാൽ സക്സസുകളുടെ ഫോർമുലേക്ക് ആയതുകൊണ്ട് എല്ലാം ഒരേപോലെയൊക്കെ വരുന്ന ആളുകളുടെ ഒരു കൂടെ സംസാരം എന്നുള്ള രീതിയിലാണത് അതിനെ അഡ്രസ് ചെയ്യപ്പെടുന്നത്.